സന്തോഷത്തിലാണ്. മതി 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 ദീപ മതി മതി മതി. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി. വലിയ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പനങ്കൽ കണ്ടം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കിതയ്ക്കണം, ബ്രീത്തിങ് കിട്ടുന്നില്ല. ഹായ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ദീപു. അപ്പം ഞങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൻ്റെ അടുത്ത് മധുക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളിവിടെ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന ഒരു മലയുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ മലയിലൊരു അമ്പലം ഉണ്ട് കേട്ടോ. ആ അമ്പലം ധർമ്മലിംഗേശ്വര സ്വാമി ടെമ്പിളാണ്. അതിൽ ശിവൻ്റെ ക്ഷേത്രമാണ്. പട്ടിപൊളിയാണ്. അപ്പോൾ നമ്മളൊന്ന് ആ കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പോകുന്ന വഴിയിലൊരു കാര്യം കണ്ടു. മുമ്പ് നമ്മുടെ നാട്ടിൽ ഞാൻ കാണിച്ചു തരാം. പനങ്കൽ കണ്ടം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മുമ്പ് ഇപ്പോൾ ഇവിടെ ഇല്ല. അണ്ണാ, ഇത് പനങ്കൽ കണ്ടതാ? പനഞ്ചക്കര. ഇത് പനഞ്ചക്കരയാ? இதோ இது பனங்கல்கண்டு. அது நீங்கள் தானே ഉണ്ടാക്കുന്നതാ? കള്ള് എല്ലാം പനയുടെ നീര് നിങ്ങൾ യാരുണ്ടാക്കും? ഹോം മെയ്ഡ്. ഇത് എങ്ങനെ, എത്ര ദിവസം കൊണ്ടുണ്ടാക്കും ഇത്? ഇത് പനങ്കൽക്കണ്ടം ആ നീര് 15 ലിറ്റർ വരും ഒരു കിലോയ്ക്ക്. 15 ലിറ്റർ ഊറ്റി 1 കിലോ. ഇത് ഹീറ്റ് പണി അടിക്കയിലെ ചുക്ക് കുരുമുളക് തുളസി എല്ലാമേ ഇതിൽ പോട്ടുவோம். ഇത് മൂന്ന് വെറൈറ്റിയാ. കിലോയ്ക്ക് എന്നാ വില? ഇത് 200 കിലോക്ക്. ഇത് വലിയ ചക്കര. ഇത് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ നമ്മുടെ ആൾക്കാരൊക്കെ നടന്ന് വിൽക്കാനൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ ആരും കാണുന്നില്ല. നമ്മുടെ ആൾക്കാർ ആരും വിൽക്കുന്നില്ല, ഉണ്ടാക്കുന്നുമില്ല. ഇത് ചുക്ക് കുരുമുളക് ഇട്ടത് 300 കിലോ. 300. പടങ്ങൾക്കുണ്ട് 300 കിലോ. 300. ഇത് 200. അപ്പോൾ ഇത് ആർക്കെങ്കിലും മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കോയമ്പത്തൂർ വഴി പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ വിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേര്? ചന്ദനകുമാർ. ഓക്കെ എന്നാൽ യൂട്യൂബാ. ചെരുപ്പിട്ടിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെരുപ്പ് ഇപ്പോൾ ബൈക്കിൻ്റെ അവിടെ തന്നെ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ധർമ്മലിംഗേശ്വര സ്വാമി ക്ഷേത്രത്തിൻ്റെ അടിവാരത്തെത്തിയിട്ടോ. അപ്പോൾ ദീപ് ഇതാ എക്സൈറ്റഡ് ആണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങളുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളാണ്. മലയാളീസ് അധികം കാണുന്നില്ല. ഇന്നിപ്പോൾ അത്ര തിരക്കില്ല തോന്നണം. താഴത്ത് അതാണ്ട് അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഹനുമാൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവേശനവാടം എന്താണ്? ഇവിടെ നിന്നാണ് ധർമ്മലിംഗേശ്വര സ്വാമി ടെമ്പിളിലേക്കുള്ള കയറ്റം സ്റ്റെപ്പ് തുടങ്ങണത്. ഈ മലയ്ക്ക് ഏകദേശം 300 മീറ്റർ ഉയരമുണ്ട്. അതേപോലെ 1000 സ്റ്റെപ്പും ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മലയിലേക്കുള്ള സ്റ്റെപ്പ് തുടങ്ങുന്നത്. ദീപോ എവിടെ? അപ്പോൾ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇതാ ശിവൻ്റെ ഒരു രൂപമാണ് കേട്ടോ. നോക്കിയേ, നല്ല ചെറിയൊരു രൂപം. ഇന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോകണം. നല്ല വാഴയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നന്ദിനീൻ്റെ ഒരു ചെറിയ രൂപം. ഏകദേശം 1000 പടികളുണ്ടാകുന്ന ഈ മലയ്ക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. നമസ്കാരം. ஆனால் அதில் எத்தனை படி இருக்குது? படி இல்லையா? என்ன விசேஷம்? கார்த்திகை தீபம் செகண்ட் டே. கார்த்திகை தீபம் செகண்ட் டே. ஃபர்ஸ்ட் டே, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, 3 ഡേ ഉണ്ട്. ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ ഒരു ദീപം, കാർത്തിക ദീപത്തിൽ. ഇന്ന് 2ാമത്തെ ദീപം, നാളെ 3ാം തീയതി വൈകുന്നേരത്തെ. രാത്രി എത്ര മണി വരെ? 6 മണി വരെ. ഓക്കെ, കഴിഞ്ഞു. പ്രാർത്ഥന അടുത്ത് തന്നെ ഇരിക്കും. വീട് അടുത്ത് തന്നെ? വീട് ഇവിടെ അടുത്ത് തന്നെ. നമ്മൾ സ്ഥിരമായിട്ട് വരിക. ഓക്കെ. നാളെ ഗിരിവളം ഉണ്ട്. ചുറ്റുക. അതെന്താ വിശേഷം? അത് ഇതുപോലെ തന്നെ പ്രദോഷം പൗർണമി ഗിരിവലം. അതൊരു എത്ര ഇങ്ങനെ ഈ മല വലിക്കുന്ന പോകണം. ഈ മല എന്ന ഗിരിവലം. ഗിരിവലം വെച്ച് കഴിഞ്ഞാൽ
ഈ മലയിൽ തിരുവണ്ണാമലയിൽ ഗിരിവലം കണ്ടു. ഗിരിവലം അതുപോലെ ഇവിടെ ഓക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ കഴിഞ്ഞു. നമുക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല, അപ്പം അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ. சாமி சொன்னவை சொன்னவையா இங்கே தமிழா ஓகே ஓகே என்ன மலைக்கு போகணும்? ஜனவரி 2 ஜனவரி 8 இது இந்த மாதம் 24 இங்கே தானே வீடு? ஓகே ஓகே. நாளையா இங்கே விசேஷம் இருக்கு? கிரிவலம். ஓ கிரிவலம் நாளைയാണ്. ഓക്കെ ഓക്കെ. ടൈം 12 മണി വരെ? 2 o'clock വരെ இருக்கும். ஓகே. ஈவினிங் மட்டும் 5:30க்கு க்ளோஸ் பண்ணுவோம். 5:30க்கு க்ளோஸ் பண்ணோம். ஏன்னா ஃபாரஸ்ட்னால. இங்கே யானையெல்லாம் இங்கே யானையெல்லாம் வரும். யானை இருக்கு, அப்புறம் அந்த சிஆர்பிஎஃப் இதெல்லாம் இருக்கு பின்னாடி. அதனால ரெஸ்ட்ரிக்ட். சிறுத்தை எல்லாமே இருக்கு. சிறுத்தை நடமாட்டம்லாம் இருக்கு. ஓகே தேங்க்யூ. நீங்கள் யூடியூப்? யூடியூப். ஓகே. ചറപറ. ഓക്കെ ചറപറ വീഡിയോസ്. ചറപറ. ഓക്കെ സ്വാമി. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കായിരുന്നു അല്ലേ? അപ്പോൾ ഓരോ പടി കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ സ്ലോപ്പുള്ള കാരണം നമുക്ക് അധികം ക്ഷീണം അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലയുടെ ഏകദേശം പകുതി വരെ എത്തി. അപ്പോൾ ഞങ്ങളുടെ മലയുടെ ഏകദേശം പകുതിക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒത്തിരി ക്ഷീണമൊന്നുമില്ല. ക്ഷീണമൊന്നും ഇരുന്ന് നോക്കാം. എന്താണ് എക്സൈറ്റഡാ? ആഹാ എക്സൈറ്റഡാ അത്ര അവർ. ഇതായിട്ട് തൊട്ട് പറയില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഓക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ആചാരമാണ് കേട്ടോ അത്. കണ്ട കല്ല് കയറ്റി വെച്ചിരിക്കുന്നത്. തട്ടിയിട്ട് നോക്കാൻ പറ്റില്ല. ഇതേപോലെ കല്ല് കയറ്റി വയ്ക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം, തിരുവില്ലാമല അമ്പലത്തിലും ഇതേപോലെ കല്ല് കയറ്റി വയ്ക്കും. തിരുവില്ലാമല അമ്പലത്തിന് നേരെ ഫ്രണ്ടിലൊരു സരസ്വതി ദേവി ഉണ്ട്. ആ സരസ്വതി ദേവീൻ്റെ ആൽമരച്ചോട്ടിലിൻ്റെ ചുറ്റും ഇതേപോലെ കല്ല് കയറ്റി വയ്ക്കും. അപ്പോൾ പഠനത്തിൽ നല്ല മികവ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് അവിടുത്തെ. ഇവിടെ വീട് വെക്കാൻ പറ്റും എന്നുള്ള വിശ്വാസവും. നമസ്കാരം. இது கல்லி ஏற்றிக்கிறேன் என்ன அங்கே அங்கே இது வந்து லைக் ஒரு பிலீஃப். பிலீஃபா? இஃப் யூ ஆர் கீப்பிங் ஸ்டோன்ஸ் லைக் திஸ் உங்களுக்கு வந்து வீடு கட்டுவீங்க. வீடு கட்டுறாங்க அப்படியா? இது கல் கட்டி வச்சு കഴിഞ്ഞാൽ വീട് കല്ല് നിങ്ങൾ இந்த மாதிரி എടുക്കണீங்கன்னா ലൈക്ക് വീട് കട്ടുവീங்க. വീട് കട്ടുക, വീട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം. ഓക്കെ ഓക്കെ. ഇങ്ങേയും ഉണ്ട് അങ്ങേയും കിടക്കുകയാണ്. എല്ലായിടത്തിലും ഉണ്ട്, മേലെ ഇറക്ക്. ഓക്കെ ഓക്കെ ஓகே. நீங்கள் எங்கே என்ன வீடு? நான் இங்கே தான். இங்கே தான் பக்கத்தில் தான். ஓகே தேங்க்யூ. ஓகே വ്ളോഗാ? വ്ളോഗ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മലയുടെ പകുതി വരെ എത്തി. ഇപ്പോൾ ക്ഷീണമുണ്ടോ ദീപോ? ആഹാ അവൻ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുക. ക്ഷീണമൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. എന്താ പറഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയർ കൂളാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ദിവസം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ വന്നിട്ട് തിരിച്ചു പോകേണ്ട വന്നു. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ വൈകി. എൻ്റെ വണ്ടി കംപ്ലൈൻറ്റ് വന്നിട്ട് വഴി കിടന്നു. അങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ 5:15. അപ്പോൾ ക്ലോസിങ് ടൈം ഇവിടെ വരുന്നവർ 5 മണിയുടെ മുന്നേ വരണം. വൈകുന്നേരം രാവിലെ 6 മണി മുതൽ 12 മണി വരെയും 2 മണി മുതൽ 5 മണി വരെയാണുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എത്താൻ ശ്രമിക്കുക. കാരണം 5 മണിക്ക് ശേഷം ഇവിടെ എന്തായാലും ക്ലോസ് ചെയ്യും. ഇവിടെ കയറ്റി വിടില്ല. കാരണം തൊട്ടൊക്കെ ഫോറസ്റ്റാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ടുള്ളവരൊക്കെ നേരത്തെ വരിക. അപ്പോൾ ഇതാണ് അടിപൊളി കേട്ടോ. സൂപ്പറാണ്. ഇടയ്ക്ക് ഇങ്ങനെ കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. ദീപ് ചാടി ചാടി വരുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി. എൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. അടിപൊളിയാണ്.
ഇവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉള്ളൂ കോയമ്പത്തൂർക്ക്. അതാ കാണുന്ന കേട്ടോ മധുക്കര ടൗണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇഷ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും സന്ദർശിക്കാറില്ല. പോകുന്ന വഴിക്ക് തന്നെയാണ്. ഉള്ളിലോട്ട് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ മധുക്കര ടൗണിൽ നിന്ന്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഞങ്ങൾ ഏകദേശം മുക്കാഭാഗം എത്തണുള്ളൂ. കയറാൻ നല്ലൊരു സ്റ്റാമിന വേണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 10 മണി 10-10:30 ആയിട്ടുണ്ട്. 10:30 ആണെങ്കിൽ കൂടി നല്ല കാലാവസ്ഥ, കിതയ്ക്കണം, ബ്രീത്തിങ് കിട്ടുന്നില്ല. എവിടെ എവിടെ ദ്വീപ് കഴിക്കണ്ടടാ. ദ്വീപ് അടിപൊളിയാട്ടാ. 10:30 മണിയാണെങ്കിൽ നല്ല നല്ല കാലാവസ്ഥയാണ്, ചൂടറിയുന്നില്ല. കയറാൻ നല്ല സുഖമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഈ സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും താഴെ ഒരു പുട്ടുപോലെ കുറേ ലോറികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ ലൈനും കടന്നു പോകുന്നത്. பாதையை விட்டு எக்காரணம் கொண்டு விலகி போகக்கூடாது. விலகி போனீங்கன்னா வன பாதுகாப்பு சட்டத்தின்படி நடவடிக்கை எடுத்துருவாங்க. மேலே போகிறவங்க അല്ല ക്യാമറയുണ്ട്, അനൗൺസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ഈ മതിലിൻ്റെ അപ്പുറത്തേക്കും തൊട്ടിപ്പുറത്തേക്കും പോകരുതെന്ന് കർശന ഇടയ്ക്കിടയ്ക്ക് അവർ മൈക്കിലൂടെ അത് പറയുന്നുണ്ട്. കാരണം തൊട്ട് ഫോറസ്റ്റാണ്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ. അതെന്തായാലും നല്ല കാര്യമാണ്. എല്ലാവിടെയും CCTV ക്യാമറ ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച വീണ് കിട്ടി കേട്ടോ. തൊട്ട് താഴെ നോക്കിയൊക്കെ ട്രെയിൻ പോകണമെന്ന് നോക്കിയേ, നല്ല രസമാട്ടോ ഇവിടെ നോക്കി കാണാൻ. നിരനിരായി പോകണം നോക്കിയേ. നമ്മളോട് നേരത്തെ സംസാരിച്ച ചേട്ടൻ എന്ത് സ്പീഡിലാണ് താഴോട്ട് ഇറങ്ങി പോണത്. ഉള്ള എനർജി. ആള് മുകളിൽ പോയി തൊഴുത് ഇറങ്ങുകയും ചെയ്തു. നമ്മൾ ഇതുവരെയായിട്ട് മുകളിൽ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. നീ ട്രെയിൻ കണ്ടിട്ടുണ്ടോടാ? നീ കണ്ടിട്ടില്ല, പക്ഷേ നീ കയറിയിട്ടുണ്ടോ ട്രെയിനിൽ? എവിടെ? ബോട്ടിൽ മാത്രമേ കയറിയിട്ടുള്ളൂ? അതിൻ്റെ ട്രെയിനിൽ കയറിയില്ല. അപ്പം നിനക്ക് ട്രെയിനിൽ കയറാൻ ആഗ്രഹമുണ്ട്. അതായത് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ മധുക്കര. നമുക്ക് പറ്റിയ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ട്രെയിൻ ഉണ്ടാവും, നമുക്ക് പോയിട്ട് കയറി നോക്കാം. ഓക്കെ, ഹാപ്പിയായോ? അങ്ങനെ ദീപിന് ഹാപ്പി ആയിട്ടാ. അവൻ്റെ ചെറിയ കണ്ടില്ലേ? ട്രെയിനിൽ ഇതുവരെയായിട്ട് തൊട്ടിട്ടില്ലല്ലോ, കയറിയിട്ടില്ലല്ലോ. കയറാം, ഭാഗ്യം ഉണ്ടെങ്കിൽ കയറാം. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി ഗൈസ്. അവിടെ കുറച്ച് പിള്ളേർ നിൽക്കുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് മണി അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു കേട്ടോ. ഇന്നലെ കാർത്തിക വിളക്കായിരുന്നു. അപ്പോൾ ഇന്ന് കാർത്തിക ദീപത്തിൻ്റെ 2ാം ദിവസമാണ്. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയാക്കി പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നാളെ കാർത്തിക ദീപം 3ാം നാൾ. അപ്പോൾ ഗിരിവലം പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ഈ മലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നാളെ നിറയെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി ബാരിക്കേഡൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നാളെ അപ്പം നല്ല തിരക്കായിരിക്കുന്നു. നാളെ ഇവിടെ വിശേഷ ദിവസമായതുകൊണ്ട് ഇവിടെ പ്രത്യേക പൂജയൊക്കെ ഉണ്ടാവും തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. കാർത്തിക വിളക്കും പിന്നെ ഗിരിവലവും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ തോരണം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും പണി നടക്കുന്നുണ്ട്. ദീപോ തൊഴുതിട്ട് പോയോ? ഞാനൊന്ന് തൊഴുകട്ടെ. പുറത്ത് ഉള്ളതിനേക്കാളും തണുപ്പ് ഈ അമ്പലത്തിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പ് അതിൻ്റെ ഉള്ളിൽ. ഈ അമ്പലം ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം തകർന്ന് ഈ അടുത്ത കാലത്താണ് ഇത് നവീകരിച്ച് പണിയൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ഇത് തകർന്ന നിലയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. നിത്യപൂജയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിത്യപൂജയൊക്കെ ഉണ്ട്. നമ്മൾ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ അമ്പലവും ആ നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ എപ്പോഴും പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അമ്പലത്തിനകത്തൊരു രഥം ഇരിക്കുന്നുണ്ട്. ഓക്കെ, അല്ല അമ്പലത്തിൽ പണി ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ അമ്പലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ അമ്പലം നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിങ്ങാണ്. നല്ല എവിടെ വന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാമാൻ കൊയ്റ്റ് പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടാണ്. തൊഴുത് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ നല്ല രസമായിട്ടാണ്. നല്ല തണുത്ത കാറ്റാണ്. സമയം 11:30 എന്നിട്ടും നല്ല മഞ്ഞാണ്, നല്ല കാറ്റ്, തണുത്ത കാറ്റ്, ചൂടേ ഇല്ല കേട്ടോ. ദീപുവിന് ഞാൻ മധുക്കര റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുകയല്ല, ട്രെയിൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അത് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. ട്രെയിൻ കാണണ്ട ദീപോ? നീ നോക്കാം, കാണണമെന്ന് പറ. അപ്പോൾ അവൻ ഇതുവരെയായിട്ട് ട്രെയിൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളവൻ്റെ ആഗ്രഹങ്ങൾ കുറച്ച് നിറവേറ്റണ്ടേ, കുഞ്ഞുള്ള ആഗ്രഹങ്ങൾ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ടാവുമോ എന്നറിയില്ല. ട്രെയിൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു കൊടുക്കുക. അവൻ ഇതുവരെയായിട്ട് ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവന് തുടരണമെന്നും കൂടി ആഗ്രഹമുണ്ട്. അപ്പോൾ അവന് സ്കൂളിൽ പോയിട്ട് പിള്ളേരുടെ അടുത്ത് വീമ്പിളക്കാലോ, ഞാൻ ട്രെയിനിൽ കയറി, ഞാൻ ട്രെയിനിൽ പോയി എന്നൊക്കെ വീമ്പിളക്കാലോ. അപ്പം അത് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. അടിപൊളി. അങ്ങനെ മണി അടിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. മതി ദീപ, മതി. അവൻ്റെ ഇവിടെ വന്നതിൻ്റെ ഏറ്റവും ഹാപ്പി ആയത് ഇപ്പോൾ മണി അടിച്ചതാ അല്ലേ ദീപോ? നല്ല സന്തോഷമായി. ഇവിടെ നോക്കുമ്പോൾ നല്ല കോടയാട്ടാ, മൊത്തം കോടയാണ്. സമയം 11:30, എന്നാലും കോടയാണ്. ചുറ്റും കോട കേട്ടോ. നോക്കിയേ, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നോക്കിയേ, താഴത്തേക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇനി ഞങ്ങൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലാണ്, മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ. ദീപുവിന് ട്രെയിനൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ധർമ്മലിംഗേശ്വര സ്വാമി ടെമ്പിൾ നോക്കി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം അങ്ങോട്ടുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഇവിടെ നടക്കേണ്ട ദൂരം തന്നെ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെ ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ, പാസഞ്ചർ ട്രെയിൻ ഇല്ല. 2 ഭാഗത്തും നിർത്തിയിട്ടിരിക്കുന്നത് ഗുഡ്സ് ട്രെയിനാണ്. അതിലാണെങ്കിൽ കയറാനും പറ്റില്ല. സംഭവം ഒരു ട്രെയിൻ വരുന്നുണ്ട്, പക്ഷേ അത് ദീപു ബാബ ആ ട്രെയിൻ ഇവിടെ നിർത്തിയില്ല. ദീപു, നിനക്ക് ഭാഗ്യമില്ലടാ. ഇവിടെ നോക്കിയേ, അവർ വിഷമായടാ. വിഷമായോ? റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടെങ്കിൽ ഇന്ന് കയറ്റാന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവിടെ ട്രെയിനില്ല, ആകെ ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഞാനെന്താ ചെയ്യുക? മറ്റേ വന്ന ട്രെയിനാണെങ്കിൽ നിർത്തിയില്ല. ഇനി സാരില്ല കേട്ടോ, ഇനി നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ കയറാം കേട്ടോ. ഓക്കെ. സംഭവം ദീപുവിനെ ട്രെയിനിൽ കയറാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തുടരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ദീപോ, ഇപ്പം ഹാപ്പിയായോ? ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും പോവാം കേട്ടോ ട്രെയിനിൽ. ഓക്കെ.